ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ സുഭദ്ര എന്ന് പറയുന്ന ആളുടെ തൊട്ട് അയൽവാസി കൂടിയായിട്ടുള്ള നാരായണൻ എന്ന് പറയുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയാം. അദ്ദേഹവും ഈ സുഭദ്രയും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മക്കളുമൊക്കെ ആയിട്ട് നല്ല അടുപ്പവും ഉള്ളതാണ്. ചോദിക്കാം, ഈ സുഭദ്രയായിട്ട് എത്ര വർഷത്തെ പരിചയം? ഒരു 50-60 വർഷത്തെ പരിചയം. ഈ സുഭദ്രയെ ഇപ്പോൾ കാണാതായതിനു ശേഷം എന്താണ് അറിഞ്ഞത്? കാണാനില്ല എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ എന്തെന്ന് അറിയണേ. അന്വേഷണം നടക്കുന്നു, ഇവിടെ പോലീസ് വന്നിരുന്നു, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എഴുതിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ എടുത്തു. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചുള്ള ക്യാമറ ഒക്കെ ടെസ്റ്റ് ചെയ്തു. അതൊക്കെ നോക്കിയിട്ട് അവർ പോയി. നിലവിൽ ഇപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന 2 പേരുകൾ ശർമ്മിള, അതോടൊപ്പം തന്നെ തോമസ് എന്നീ പേരുകളാണ്. ഇവരെയൊക്കെ അറിയാമോ? ഷർമിളേനെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ടെന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം അവർ ഇവിടെ ഞാൻ തൊട്ട് അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് അവർ വരും, വർത്തമാനം പറയും. അങ്ങനെയുള്ള പരിചയം മാത്രമേ. ശർമ്മിളയും സുഭദ്രയും തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണ്? സൗഹൃദം അവർ ലോഡ്ജ് നടത്തിയപ്പോൾ ഈ ഷർമിള അവിടെ താമസിക്കാൻ വന്നതാണ്, താമസിച്ച് ജോലി ചെയ്യാനതിനു വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ഈ സുഭദ്രയായിട്ടുള്ള പരിചയം. സുഭദ്ര ലോഡ്ജ് നടത്താനായിട്ടുള്ള പൈസ കൊടുത്തിരുന്നത് സുഭദ്രയാണ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ലോഡ്ജ് നടത്തിയിരുന്ന ആരാ? വേറൊരു സ്ത്രീയാണ്, ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്. ആ നടത്തിയിരുന്നതിനിടയിലാണ് ശർമ്മിള അവിടെ താമസിക്കാൻ വരുന്നത്. ശർമ്മിള എവിടുത്തെ കാര്യമാണ്? ഷർമിള വേറെ ഔട്ട്സൈറ്റാണ്, ഏത് സ്റ്റേറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലയാളിയാണോ? മലയാളം പറയും, പക്ഷെ വ്യക്തമല്ല. ഇവരുടെ ഹസ്ബൻഡ് ആരാ? ശർമ്മിളയുടെ ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിരുന്നു, അത്രമാത്രം. അയാൾ എവിടുത്തുകാരനാണെന്ന് അറിയാമോ? അയാൾ ആലപ്പുഴയിലുള്ളതാണെന്നാണ് പറഞ്ഞത്. ശർമ്മിളയുടെ ഹസ്ബൻഡ് ആലപ്പുഴക്കാരൻ. എവിടെയാണെന്നല്ലോ? അങ്ങേർക്ക് മീൻപിടുത്തമാണ് ജോലി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ നിന്നിട്ടാണ് ആ കല്യാണമൊക്കെ നടത്തി കൊടുത്തതെന്നും പറഞ്ഞു. സുഭദ്ര ശർമ്മിളയുടെ കല്യാണം നടത്തി കൊടുത്തു. സുഭദ്രയുടെ കെയർ ഓഫിൽ, അതായത് സുഭദ്ര ഈ നേതൃത്വം വഹിച്ച് ാണ് ഈ കല്യാണം നടത്തി കൊടുത്തതെന്ന് സുഭദ്ര തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഷർമിളയുടെ കല്യാണത്തിന് ശേഷം അവരോട് വന്നിട്ടുണ്ട്? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കണ്ടു. ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നോട് വന്ന് വർത്തമാനം പറഞ്ഞു. ഇവർ തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ തന്നെയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആർക്ക്? ശർമ്മിളയ്ക്കും സുഭദ്രയ്ക്കും തമ്മിൽ സാമ്പത്തിക? അതറിഞ്ഞൂടാ, അതപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളാണ്. സുഭദ്രയ്ക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇടപാട്? സുഭദ്രയ്ക്ക് സാമ്പത്തികം മാത്രമേ ഉള്ളൂ, വേറൊരു ഇതുമില്ല. അതായിരുന്നു ഈ ബ്ലേഡിന് പൈസ കൊടുക്കുക ബിസിനസ്സുകാർക്ക്, അല്ലാത്ത ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത്തരത്തിലുള്ള വ്യക്തിവൈരാഗ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സുഭദ്രയ്ക്ക് ഉണ്ടാവുമല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മക്കളോ സുഭദ്രയ്ക്ക് പ്രതികരണങ്ങളാണ് കേൾക്കുന്നത്. അവർക്കും വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അവർ